കാലൊക്കെ ഫുള്ള് ചൂടായിട്ട് അയ്യോ. 110 ഹോഴ്സ് പവറാണ് നമ്മുടെ ആ ഒരു മൂന്നാമത്തെ മോഡൽ എന്ന് പറയുന്നത്. വെറൈറ്റി സാധനം കേട്ടോ. ഇതെന്നോ ഇത്. ഓ ഓ ഇവിടെ അത് കണ്ടോ, അത് എന്താണിത്? അപ്പോൾ നമ്മളിത് ഇവിടെ ആളെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ വരുന്ന വഴിക്ക്. പിന്നെ നമ്മളങ്ങനെ വണ്ടി ഓടിച്ചില്ല. നമ്മൾ ട്രാഫിക്കിൽ കൂടെ ഒരു 7 കിലോമീറ്ററേ വന്നുള്ളൂ. 7 കിലോമീറ്റർ വന്നപ്പം തന്നെ വണ്ടി ഭയങ്കരമായിട്ട് ഹീറ്റായി, നല്ല രീതിക്ക് ഹീറ്റായി കേട്ടോ. കാരണം എൻജിനിൽ നല്ല ചൂട് കാലയിലേക്ക് അടിക്കുന്നുണ്ട്. ഓ മാൻ, സീൻ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് 6 കിലോമീറ്റർ ഉണ്ട് അവിടം വരെ. പക്ഷെ നല്ല ട്രാഫിക്കാണ് കേട്ടോ. സമയം ഇപ്പം 8 മണി ആയിട്ടുണ്ട്. എന്നാൽ പോലും നല്ല ട്രാഫിക്കാണ്. ഇത് വീക്കെൻഡ് അല്ല കേട്ടോ. വീക്കെൻഡ് ഇതിലും ട്രാഫിക്ക് വരുമെന്നാണ് പറഞ്ഞ് കേട്ടേക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്കറിയാൻ പാടില്ല. നമുക്ക് ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് ഇത് ഈ ട്രാഫിക്കിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ മിങ്കിൾ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സീനും കൂടെ ഉണ്ട് ഇതിന്. ഓ ടയറൊന്ന് സ്പിന്നായി കേട്ടോ, ഒന്ന് ത്രോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ. വണ്ടി ഒരു ഒറ്റ സ്പിന്നായാലും കേട്ടോ, ഈ സീനായിരുന്നു. ബട്ട് ഓൾ അണ്ടർ മൈ കൺട്രോൾ, അതുകൊണ്ട് നോ സീൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം ബ്രേക്കാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര സ്റ്റോപ്പിംഗ് പവറാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും സ്റ്റോപ്പിംഗ് പവറുള്ള ഒരു ബ്രേക്കാണ്. അതുകൊണ്ട് നമ്മൾ എത്ര സ്പീഡിൽ പോയെന്ന് പറഞ്ഞാലും വണ്ടി ഫുൾ കൺട്രോളിലായിരിക്കും. കാരണം നമ്മൾ വിചാരിക്കുന്നിടത്ത് വണ്ടി നിൽക്കും. ഓട്ടോമാറ്റിക്കും കൂടെ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഗിയറും ഡൗൺ ചെയ്യും. നമ്മളപ്പോൾ ആ ഒരു കാര്യത്തിൽ പേടിക്കുകയും വേണ്ട. വണ്ടി ഭയങ്കര നമ്മൾ ഫാസ്റ്റായിട്ട് വണ്ടി നിൽക്കും കേട്ടോ. അതുകൊണ്ട് ഒരു സീനും ഇല്ല, ഫുൾ സെറ്റാണ്. പിന്നെ നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടു കാണുമല്ലോ, നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡ് ഒരു 170 ഒക്കെ ടച്ച് ചെയ്തായിരുന്നു. അത് വേറെ ലെവലായിരുന്നു കേട്ടോ. ശരിക്കും അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഇനിയും മോഡുണ്ട് മാറ്റാനായിട്ട്. നമുക്ക് സെറ്റാകും കേട്ടോ. ഇവിടെ വന്ന് എന്നാ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമ്മളൊരു റൂം എടുത്ത് ഒരു എത്ര മണിയായപ്പോൾ ഒരു ശരിക്കും കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഹൈദരാബാദ് ഒരു 8:30 ആകാറായപ്പോൾ ഹൈദരാബാദ് എത്തിയായിരുന്നു. പിന്നെ നമ്മുടെ മറ്റേ വണ്ടി, അതായത് ഹോണ്ട സിറ്റി എടുക്കാൻ വേണ്ടി നമ്മൾ കുറേ അപ്പുറത്ത് പോയി. കാരണം ചേട്ടന് വേറൊരു സ്ഥലത്തേക്ക് പോയേക്കുമായിരുന്നു. സോ നമ്മളവിടെ പോയി കാറും എടുത്ത് നേരെ തിരിച്ച് ഇവിടെ റൂമിൽ വന്നപ്പോൾ ഏതാണ്ട് 10 മണിയൊക്കെ കഴിഞ്ഞു. റൂമിൽ നിന്ന് അതും എടുത്ത് വണ്ടി അവിടെ കൊണ്ട് ഇട്ടു. വണ്ടി രണ്ടും അവിടെ ഇട്ടു. പിന്നെ മറ്റേ വണ്ടി കാറിൻ്റെ അകത്തുനിന്ന് ലഗേജ് എല്ലാം മാറ്റി ഫുൾ, എന്നിട്ട് റൂമൊക്കെ എടുത്ത് ഫുൾ സെറ്റായിട്ടോ. റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം. റൂമൊക്കെ ഫുള്ളിപ്പോൾ അലമ്പാണ്. കാരണം അറിയാമല്ലോ നമ്മൾ റൈഡിൻ്റെ ഇടയ്ക്ക് അത്രയും ലഗേജൊക്കെ കൊണ്ടുവരുന്നതല്ലേ. പകുതി ലഗേജും കാറിൻ്റെ അകത്താണ്. എന്നാൽ പോലും അത്യാവശ്യം നല്ല ഇതായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ഒരു യൂ ടേൺ എടുത്ത് പോകണം. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിലെ കാര്യങ്ങൾ. നമ്മൾ നാളെ ചിലപ്പം രാവിലെ ഇറങ്ങും. ഇത് ശരിക്കും പറഞ്ഞാൽ ട്രാഫിക്കിൻ്റെ ഇടയ്ക്കൂടെ മിങ്കിൾ ചെയ്ത് പോകാനും എളുപ്പമാണ്. ഇച്ചിരി വലിപ്പക്കൂടുതലുണ്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ശ്രദ്ധയൊക്കെ കൊടുക്കണം. അയ്യോ മോനെ, നമ്മൾ ഫുൾ റെക്കോർഡിങ്ങിലാണ് കേട്ടോ.
ഈ വഴിയാണ് കാറും എടുത്തുകൊണ്ട് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ കേട്ടോ, ഈ വഴിയാണ് കാറും എടുത്തുകൊണ്ട് വന്നത്. അവനെയും പോയി പിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതാണ്ട് 600 കിലോമീറ്റർ അടുത്ത് കവർ ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത്. മാക്സിമം നമ്മളത് കവർ ചെയ്യാൻ ശ്രമിക്കും. എങ്ങനെയൊക്കെ കവർ ചെയ്ത് നൈറ്റ് തന്നെ അങ്ങ് എത്താനുള്ളൊരു പ്ലാനാണ്. നമ്മൾ പോകുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. നോക്കട്ടെ, ഞാനാണെങ്കിൽ ചെന്നിട്ട് അതിനെക്കുറിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. അതായത് രാവിലത്തേക്ക് കറക്റ്റ് എങ്ങോട്ടാണ് പോകുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അത് നല്ലൊരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ. അവിടെ നല്ലൊരു സെറ്റപ്പ് ഒരു സ്ഥലമായിരുന്നു. എൻ്റെ കാലൊക്കെ ഫുള്ള് ചൂടായിട്ട് അയ്യോ. ഓട്ടോക്കാരെയൊക്കെ സൂക്ഷിക്കണം. ഇവിടുത്തെ ഡ്രൈവിങ് ഭയങ്കര സീനാണ് കേട്ടോ. അതായത് ഒരു ശ്രദ്ധയില്ലാതെ ആൾക്കാർ വരുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു പോയാൽ നമുക്ക് കൊള്ളാം, ആ ഒരു മൈൻഡാണ്. അപ്പോൾ അതിലെ വരുന്നവരൊക്കെ വണ്ടി സൂക്ഷിച്ച് ഓടിക്കുക, അത്രേ പറയാനുള്ളൂ. ഇത് വണ്ടി ഫുൾ കൺട്രോളിലാണ് കേട്ടോ. എനിക്കൊരു സീനും ഇല്ല. വണ്ടി നമ്മുടെ കയ്യിലായിട്ടുണ്ട് സുഹൃത്തുക്കളെ. നാളെ വേണം സംഭവത്തിൻ്റെ മോഡ് മാറ്റിയിട്ട് ഒരു ഫുൾ ത്രോട്ട് കൊടുത്തിടണം നോക്കാം. ഇത് റെഡ് ലൈൻ അടിക്കും കേട്ടോ. അതായത് ഇന്നലെ നമ്മൾ ഓടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60 ഹോഴ്സ് പവറൊക്കെ വന്നിട്ടുള്ളായിരുന്നു. പക്ഷേ 110 ഹോഴ്സ് പവറാണ് നമ്മുടെ ആ ഒരു മൂന്നാമത്തെ മോഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പവറിൽ നമുക്ക് എന്തായാലും വണ്ടി ഓടിക്കണം. ഇത് നോക്കിയാൽ ഫോണൊക്കെ വിളിച്ച് അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു സീനും ഇല്ല കേടാ. അതായത് അപ്പുറത്തുനിന്ന് മൊത്തം വണ്ടി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫോണും വിളിച്ച് വന്നിത്. ഇനി നമുക്ക് 3.6 കിലോമീറ്റർ ഉണ്ട്. 12 മിനിറ്റാണ് കാണിക്കുന്നത്. ഓഹോ, എൻ്റെ കാലെൻ്റെ തൊട ഇത് ചൂടടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നു ഗൈസ്, എന്തോ ഒരു സാധനം അതിൽ പോകുന്നു കേട്ടോ. അതേത് വണ്ടിയാണോ? അയ്യോ, കിടിലിനൊരു സാധനം. ഇതേ പോകുന്നുണ്ടോ? അതേതാന്ന് പോയി നോക്കട്ടെ കേട്ടോ. നമ്മുടെ ക്യാമറ ഓണാണ്. ആസ്റ്റൺ മാർട്ടിനാണോ? എടാ, ആസ്റ്റൺ മാർട്ടിൻ്റെ എൻ്റെ മോന് എന്നെ സാധനമാണോ അത്? ഓടോ, അതിൻ്റെ സൗണ്ട് അയ്യോ, കംപ്ലീറ്റ് ഒരു വെറൈറ്റി സാധനം കേട്ടോ. ഇതെന്നാ ഇത് ഏതാ ഇത്? നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല. ഒമാൻ ശകലം വഴി തെറ്റിയാലും സാരമില്ല, ഞാൻ അതൊന്ന് പോയി നോക്കിയിട്ടേ വരത്തുള്ളൂ കേട്ടോ. എടാ, അതെന്നാടാ അത്? ഓയ്യോ, ഇത് ഏത് സാധനം ഇത്? ഇതെന്താണിത്? എൻ്റെ മോനെ ചുമ്മാ സീൻ. അതെന്നാടാ അത്? അയ്യോ, അതിൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ വേറെ ലെവല്. കേട്ടോ, അത് വേറെ ലെവല് കേട്ടോ സാധനം. ഇതുണ്ടോ? അയ്യോ, ഇവിടെ സെറ്റ്. ഇതെന്നെ സാധനം ഇത് നോക്കിക്കേ, സെറ്റ് സാധനം. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. ഞാൻ കണ്ടേ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസൈൻ. ഓ മാൻ, നോക്കിക്കേ ഇത് തിരിഞ്ഞ് പോന്ന് നോക്കിയത്. ഓ കൊള്ളായി കേട്ടോ. ഓടാ, അവൻ കില്ലാടി.
എൻ്റെ പൊന്നടാ, ഇതെന്ത് സാധനമാടാ ഇത്? ഇതെന്ത് സാധനം ഇത്? എല്ലാവരും നമ്മളെ നോക്കും, അവരെ നോക്കും, നമ്മൾ അവരെ നോക്കും. അയ്യോ, അവിടെ വന്നാലും ഈ സാധനം അതെവിടെ, അത് ഏത് വണ്ടി, അതിന് പേര് പോലും ആസ്റ്റൺ മാർട്ടിൻ്റെ. എൻ്റെ മോനെ ഞാൻ ഇത് കണ്ടുപിടിക്കണം, അവിടെ ചെന്നിട്ട് കണ്ടുപിടിക്കണം. ഓ സെറ്റ്. ആ സാധനം പൊട്ടിയത് കണ്ടോ? അതിൻ്റെ പുറകെ നോക്കിയേ നിങ്ങൾ, എക്സോസ്റ്റൊക്കെ നോക്കിയേ. സീൻ സാധനം കേട്ടോ. ഓഫ് മാൻ, ഇത് ഏത് സാധനം ഇത്? ഇവിടെ അത് കണ്ടോ? അത് എന്താണിത്? ഇത് കണ്ടോ? വണ്ടി കണ്ടോ? ഓഫ്, സെറ്റ് കൊള്ളാം കേട്ടോ സാധനം. അതൊരു വേറെ ലെവല് വണ്ടിയാണ്. ഞാൻ നമ്മൾ കണ്ടതേ ഇഷ്ടം തോന്നിയെന്ന് പറയത്തില്ലേ, ആ ഒരു സെറ്റപ്പ് കേട്ടോ. ആർക്കാണേലും അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആ കളറ് നോക്കി, ഗ്രേ കളർ. ഓ മേൻ, കൊള്ളാം. അയ്യോ, ബ്ലോക്ക് നോക്കിക്കേ. റൈറ്റ് കയറിയിട്ടാണ് ലെഫ്റ്റ് പോകേണ്ടത്. എന്നാലും ഈ ട്രാഫിക്കിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. ട്രാഫിക്കിൽ നിന്ന് ഇറങ്ങലൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലെറ്റ്സ് ട്രൈ. അങ്ങനെ നമ്മളിത് തിരിച്ച് നമ്മുടെ ഒരു ഹോട്ടലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് കുറച്ച് ഇവിടെ ഫുള്ള് വാട്ടറാണ്. ഇതെന്തിൻ്റെ വെള്ളമാണ്? ഇതാണ് കേട്ടോ നമ്മുടെ ഹോട്ടൽ, കളക്ഷൻ 0. ഫുൾ ഓക്കെ, അവിടെ കൊണ്ട് വെച്ചേക്കാം. സെറ്റ്. നമ്മൾ പാർക്ക് ചെയ്തു. ഹാൻഡ് ബ്രേക്ക് ഇടണം കേട്ടോ. ഹാൻഡ് ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ സീനാണ്. ലോക്ക് ചെയ്യുക. ഓക്കെ, ലോക്ക് ചെയ്തു. നമ്മുടെ ഫോൺ എടുത്തു. ഇനിയിപ്പോൾ നേരെ റൂമിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം. ഓക്കെ.